ഇന്ന് രേവതിയുടെ കല്യാണമായിരുന്നു. രാവിലെ തന്നെ നമ്മളങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാനും അച്ഛനും അമ്മയും കൂടാണ് പോയത്. സാരി തന്നെ ഉടുക്കാമെന്ന് വെച്ച് എങ്ങനെയൊക്കെയോ വലിച്ചു വാരിയെടുത്ത് ഒപ്പിച്ച് ബാക്കിയൊക്കെ അവിടെ ചെന്ന് സെറ്റാക്കാമെന്ന് വെച്ചു. അപ്പോഴാണ് നെയിൽ ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. പിന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം കൂടെ വാരി വലിച്ച് ബാഗിലിട്ടിട്ടുണ്ടായിരുന്നു. കാറിലിരുന്ന് തന്നെ ഏകദേശം ഒരുവിധം അങ്ങ് നെയിലിൻ്റെ ബ്യൂട്ടീഷ്യനും സെറ്റാക്കിയെടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ രേവതിയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവൾ ബ്യൂട്ടീഷ്യനൊക്കെ കഴിഞ്ഞ് അവിടെ വന്നിട്ടുണ്ട്. ചെന്ന പാടെ പിന്നെ അവരെയൊക്കെ പോയി കണ്ടു. പിന്നെ അവിടെ ആണെങ്കിൽ ദക്ഷിണ കൊടുപ്പിൻ്റെ ബഹളമൊക്കെ ആയിരുന്നു. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ പിന്നെ സാരിയൊക്കെ ഒന്നുകൂടെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോ സെക്ഷനായിരുന്നു. പിന്നെ നമ്മളും ഫോട്ടോയൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് ഇറങ്ങുവാണ്. ഓഡിറ്റോറിയത്തിൽ ഇറങ്ങിയ ടൈം അച്ഛൻ്റെ കൂടെ കാറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ പിന്നെ അവിടുന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ള വണ്ടിയിലാണ് ഓഡിറ്റോറിയത്തിലെത്തിയത്. താമരക്കുളത്തുള്ള തമ്പുരാൻ ഗ്രാൻഡ് ലാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ മാരേജ് ഫംഗ്ഷനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ പിന്നെ കുറേ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയമായിരുന്നു. ആദ്യം ഞാൻ മുടി അഴിച്ചിടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചൂട് ഒടുക്കത്തത് സഹിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ മുടിയൊക്കെ വാരി വലിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ രേവതിയുടെ അമ്മ കുറച്ച് പൂവൊക്കെ തന്ന് അതൊക്കെ വെച്ച് സെറ്റാക്കി. അപ്പോഴത്തേക്ക് അവിടെ പിന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് കുറേ നേരം കൂടെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ചൂടൊട്ടും സഹിക്കാൻ വയ്യ. പിന്നെ പതിയെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലോട്ട് കടന്നു. ഓഡിറ്റോറിയത്തിൻ്റെ അകവും നല്ല രീതിയിൽ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. പിന്നെ മുഹൂർത്ത സമയമായി. താലികെട്ടൊക്കെ വളരെ മംഗളകരമായിട്ട് നടന്നു. അവരുടെ ഒരു കുറേ വർഷത്തെ കാത്തിരിപ്പാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. നമ്മളും പോയി ഫോട്ടോ. പിന്നെ അവിടെ കുറേ ചെടികളുണ്ട്. ചെടികൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര പ്രാന്താണ്. പിന്നെ അതൊക്കെ പോയി ഒന്ന് കണ്ടു കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഫുഡിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡായിരുന്നു. എസ്പെഷ്യലി ഒരു മുളകിട്ട തേങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. അപ്പോഴേക്ക് ഇവളും ഫുഡൊക്കെ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഡ്യൂറേഷൻ വളരെ കുറവായിരുന്നു ഇവർക്ക് ഇറങ്ങാനൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആസ്വദിച്ചവർക്കൊന്നും ഫുഡ് പോലും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവർക്ക് 3 സാരി മാറണമായിരുന്നു. പിന്നെ 3ാമത്തെ സാരിയിലൊന്നും അധികം ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഇവരുടെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ പോകാനായിട്ട് 3 സാരി മാറിയതും അവൾ പോയതും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ രേവതിയൊക്കെ യാത്രയാക്കി പിന്നെ നമ്മളും വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു.